നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത് പറയുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിൻ്റെ ഇൻ്റർവ്യൂ നടക്കാനായിട്ട് പോകുന്നത് മെയ് 3 മുതലാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധന ഏപ്രിൽ 18 മുതൽ ആരംഭിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് ഇവിടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിനകത്ത് സബ് ഇൻസ്പെക്ടറിൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവരുടെ എണ്ണവും ഒഴിവും കൊടുത്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ഓപ്പൺ മാർക്കറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് 636 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 209 പേര് വന്നിട്ടുണ്ട്. ആകെ 845 പേരാണ് വന്നിട്ടുള്ളത്. ഒഴിവുകളാണെങ്കിൽ 239 ആണ്. പിന്നെ ഇതിനകത്ത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് തന്നെ മിനിസ്റ്റീരിയൽ വിഭാഗത്തിനകത്താണ്. മെയിൻ ലിസ്റ്റിൽ 11 പേരാണ്. ഒഴിവ് കൊടുത്തിട്ടില്ല. ആകെ 11 പേര് തന്നെയാണ് അതിനകത്തുള്ളത്. പിന്നെയുള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ കോൺസ്റ്റാബിളറി വിഭാഗത്തിലേക്ക് 111 പേരുടെ മെയിൻ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. മൊത്തം 111 പേര് തന്നെയാണ് ആ ഒരു ലിസ്റ്റിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന 386 വരുന്ന കാറ്റഗറി നമ്പറാണ്. മെയിൻ ലിസ്റ്റിനകത്ത് 300 പേരാണ് വന്നിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് 136 പേരാണ്. ആകെ മൊത്തത്തിൽ 436 പേര്. ഒഴിവാണെങ്കിൽ 38 ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിൻ്റെ കോൺസ്റ്റാബിളറി വിഭാഗത്തിനകത്ത് 108 പേരുടെ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ NCA SCC വിഭാഗത്തിനകത്ത് 8 പേരുടെ മെയിൻ ലിസ്റ്റ് വരുന്ന ലിസ്റ്റിനകത്ത് ഉള്ള ഒഴിവെന്ന് പറയുന്നത് 2 ആണ്. ആകെ മൊത്തത്തിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവരുടെ എണ്ണം 1174 പേരാണ്. അതിൻ്റെ ഒഴിവുകളെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തം ഒഴിവുകളെന്ന് പറയുമ്പോഴത്തേക്കും 279 ഒഴിവുകളാണ് സബ് ഇൻസ്പെക്ടർമാർക്ക് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ദേവസ്വം ബോർഡുകളിൽ നിയമനം പുനരാരംഭിച്ചു എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിനകത്തുള്ള LDC, അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, LD ടൈപ്പിസ്റ്റ്, പിയൂൺ, വാച്ച്മാൻ, ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് ലിസ്റ്റുകളിലേക്കാണ് ഇനി നിയമനം വരാനായിട്ട് പോകുന്നത്. ദേവസ്വം ബോർഡിൻ്റെ നിയമനം തന്നെയായിരിക്കും അതിനകത്തും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2091 പേരുടെ റാങ്ക് ലിസ്റ്റാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനകത്ത് വന്നിട്ടുള്ളത്. ഒന്നാം റാങ്ക് കിട്ടിയിട്ടുള്ളത് വിഷ്ണു ബാബു എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഡിസംബർ വരെ 99 ഒഴിവുകളാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെയ് ജൂൺ മാസങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ പ്രോഗ്രാം ആയിട്ടുണ്ട്. സ്കൂൾ ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂ ജൂൺ മാസത്തിൽ നടക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഇൻ്റർവ്യൂസാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സിൻ്റെ 1ാം ഘട്ട നിയമനത്തിൽ 228 പേർക്കാണ് നിയമനം നടത്താനായിട്ട് പോവുക. അതുപോലെ തന്നെ ഫയർ വുമൻ്റെ റാങ്ക് ലിസ്റ്റുകളായിട്ടുണ്ട്. അതിൽ ഒഴിവുകൾ എന്ന് പറയുന്നത് 100 ആണ്. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് വിജ്ഞാപനം വന്ന് 2.5 വർഷത്തിന് ശേഷമാണെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് ഫയർ വുമൻ്റെ ഒഴിവുകളെന്ന് പറയുന്നത് 5 ആണ്. റാങ്ക് ലിസ്റ്റിൽ 2 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 3 പേരുടെ ഒഴിവ് എങ്ങോട്ടാണ് പോയതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഫയർ വുമൻ്റെ 5 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും റാങ്ക് ലിസ്റ്റിൽ 2 പേര് മാത്രമാണ് വന്നിട്ടുള്ളത്. പട്ടികജാതി സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒരാളെ വീതം ഉൾപ്പെടുത്തിയിരുന്നത് കായികക്ഷമതാ പരീക്ഷ ജയിച്ച് 17 പേര് നീന്തൽ പരീക്ഷയ്ക്ക് അർഹത നേടിയിരുന്നു. ഇതിൽ 15 പേര് നീന്തലിൽ പരാജയപ്പെട്ടതോടെയാണ് റാങ്ക് ലിസ്റ്റിൽ 2 പേര് മാത്രമായത്. റിപ്പോർട്ട് ചെയ്ത് 5 ഒഴിവുകൾ നികത്തണമെങ്കിൽ ഇനി പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് അടുത്ത റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നീന്തൽ പരീക്ഷ തോറ്റതുകൊണ്ടാണ് ഇത്രയും ഒരു ഇടിവ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ 5 വേക്കൻസി ഉള്ളതിൽ ആകെപ്പാട് ഇപ്പോൾ 2 ഉള്ളൂ. ഇനി അടുത്ത ഈ 3 വേക്കൻസി ഫില്ലാവണമെന്നുണ്ടെങ്കിൽ പുതിയ പരീക്ഷ നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ ഫയർ വുമൻ്റെ കൊല്ലത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ അപേക്ഷകർ 23,000 പേരാണ്. കൺഫർമേഷൻ നൽകിയത് 18,000 പേരാണ്. അർഹതാ ലിസ്റ്റിൽ 465 പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് 63 ആയിരുന്നു. ഷോർട്ട് ലിസ്റ്റിൽ 95 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് 65.67 ആയിരുന്നു. കായികക്ഷമതാ പരീക്ഷ ജയിച്ചവർ 17 പേരാണ്. നീന്തൽ പരീക്ഷ ജയിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് 2 പേര്. ഓക്കെ, 17 പേരുള്ളതിൽ 15 പേര് എന്ത് ചെയ്തു? നീന്തൽ പരീക്ഷയിൽ തോറ്റു എന്നുള്ളതാണ് ഈ ഒരു ഇടിവുണ്ടാവാനായിട്ടുള്ള കാരണം. അപ്പോൾ ഫയർ വുമൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 28 പേര് മെയിൻ ലിസ്റ്റിനകത്തുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 9 പേരുണ്ട്. ആകെ മൊത്തത്തിൽ 37 പേര്. ഒഴിവ് 15 ഒഴിവ്. കൊല്ലത്താണെങ്കിൽ മെയിൻ ലിസ്റ്റിനകത്ത് ഒരാളേ ഉള്ളൂ. പക്ഷേ ഒഴിവാണെങ്കിൽ 5 ഒഴിവുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 2 പേര് മെയിൻ ലിസ്റ്റിൽ, അവിടെയും ഒഴിവ് 5 എണ്ണമാണുള്ളത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ 7 പേര് മെയിൻ ലിസ്റ്റിൽ, ഒഴിവ് 5 ആണ്. കോട്ടയം ജില്ലയിൽ 6 പേര് മെയിൻ ലിസ്റ്റിൽ, ഒഴിവ് 5. ഇടുക്കി ജില്ലയിലെ 14 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, ഒഴിവ് 5 ആണ്.
എറണാകുളം ജില്ലയിലെ ലിസ്റ്റിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, മെയിൻ ലിസ്റ്റിനകത്തൊന്നും ഇല്ല. അവിടെ ഒഴിവ് 15 ഉണ്ട്. തൃശ്ശൂരാണെങ്കിൽ 7 പേര് മെയിൻ ലിസ്റ്റിൽ, ഒഴിവ് 5 ഉണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ 7 പേര് മെയിൻ ലിസ്റ്റിൽ, ഒഴിവ് 5 മലപ്പുറം ജില്ലയിൽ മെയിൻ ലിസ്റ്റിനകത്ത് ആരും വന്നിട്ടില്ല, അതിനകത്തും ഒഴിവ് 5 ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 23 പേര്, ഒഴിവ് 15 വയനാട് ജില്ലയിൽ 8 പേര് മെയിൻ ലിസ്റ്റിൽ, ഒഴിവ് 5. കണ്ണൂർ ജില്ലയിൽ 7 പേര് മെയിൻ ലിസ്റ്റിൽ, ഒഴിവ് 5 കാസർഗോഡ് ജില്ലയിലെ 9 പേര് മെയിൻ ലിസ്റ്റിൽ, ഒഴിവ് 5 അങ്ങനെ ആകെ മൊത്തത്തിൽ ഫയർ വുമൻ്റെ മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവരുടെ എണ്ണം 119 പേരും ഒഴിവെന്ന് പറയുന്നത് 100 ഓക്കെ അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെയുള്ളത് നമ്മുടെ 5ാം ഘട്ടത്തിലെ കൂട്ടത്തോൽവിയുടെ കാര്യമാണ്. ഇത് ഓപ്പൺ ഫോറത്തിനകത്ത് വന്നിട്ടുള്ളതാണ്. അത് പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ ശക്തമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. 10th ലെവലിൻ്റെ 5ാം ഘട്ട പരീക്ഷയിലെ കൂട്ടത്തോൽവി PSC നിസ്സാരമായി കാണരുത്. അർഹരായ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തായെന്നുള്ള പരാതിയിൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറെടുത്താൽ ചിലരെങ്കിലും പരീക്ഷാഫലത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് പറയുന്നത്. 6 ഘട്ടമായിട്ടാണ് 10th ലെവൽ പ്രാഥമിക പരീക്ഷ നടത്തിയത്. 2ഉം 4ഉം ഘട്ടം പരീക്ഷകൾ താരതമ്യേന എളുപ്പമായിരുന്നെങ്കിലും 3ഉം 5ഉം ഘട്ട പരീക്ഷകൾ കഠിനമായിരുന്നു. ഏറ്റവും പ്രയാസമേറിയത് 5ാം ഘട്ടമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കൊണ്ട് ഉദ്യോഗാർത്ഥികൾ PSCക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും മാർക്ക് ഏകീകരിച്ച ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നുമാണ് PSCയുടെ വിശദീകരണം. എന്നാൽ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും 3ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലും പരീക്ഷ എഴുതിയവരുടെ കൂട്ടത്തോൽവി വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. പ്രധാന തസ്തികയിലേക്കുള്ള കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ 5ാം ഘട്ട പരീക്ഷയിലേക്ക് 6400 പേര് മാത്രമാണ് ആ ലിസ്റ്റിനകത്ത് വന്നത്. എന്നാൽ 4ാം ഘട്ടത്തിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 12900 പേരാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബിവറേജ് LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികയിലും 5ാം ഘട്ടം പരീക്ഷ എഴുതിയവർ കൂട്ടമായിട്ട് പുറത്തായി. പരീക്ഷ കഠിനമാക്കുന്നതനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് കുറച്ചാണ് PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വന്നാൽ പൊതുപരീക്ഷകളിൽ നിന്ന് ഈ യുക്തി നടപ്പിലാക്കുന്നത് എന്തിനാണെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. എന്ത് തന്നെയായാലും വളരെ മോശമാണ് ഈ ഒരു കാര്യം. എന്ന് വെച്ചാൽ ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും എത്ര ഫേസ് ആയിക്കോട്ടെ അത് എന്ത് ചെയ്യുക, ഒരേപോലെ നടത്താനായിട്ട് ശ്രമിക്കുക. ഉദ്യോഗാർത്ഥികളെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട് തന്നെ മാർക്കുകൾ അതേസമയം ഏകീകരിക്കാനും ശ്രമിക്കേണ്ടതാണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ വാർത്തകളൊന്നുമില്ല. അപ്പോൾ ഇത്രയും വാർത്തകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെയും 12th ലെവലിൻ്റെയും അതുപോലെ തന്നെ 10th ലെവലിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ ചാനൽ മുഖാന്തരം നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ വ്യക്തമായി തന്നെ കാണുക. ഇന്നും ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.